സ്വലാത്തു മജ്ലിസ് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി ഈമാനുള്ള മുഅ്മിനായ അടിമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് പ്രകടിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ, ജമാഅത്തിൽപ്പെട്ട ആളുകൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരുമിച്ച് കൂടിക്കൊണ്ട് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഒരുമിച്ച് കൂടി സ്വലാത്ത് ചൊല്ലുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് എനിക്ക് സലാമു ചൊല്ലിയാൽ, നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് എനിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, സലാമു ചൊല്ലിയാൽ ഞാനത് ഉടനടി മടക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ ഗൗരവം ഒന്നും കൂടി മനസ്സിലാക്കണമെങ്കിൽ ഓരോ ദിവസം ലോക മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കാരമുണ്ടല്ലോ. ആ 5 വഖത്ത് നിസ്കാരത്തിൽ ലോകത്തുള്ള ഏതൊരുത്തനെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്. പക്ഷേ ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയാതെ, സലാം സ്വലാത്ത് ചൊല്ലാതെ ഒരു മനുഷ്യന്റെയും നിസ്കാരം സ്വീകാര്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. അത് ഈമാനിന്റെ ഭാഗമാണ്. മുഅ്മിനീങ്ങളുടെ മജ്ജയിലും മാംസത്തിലും ശരീരത്തിലും അലിഞ്ഞു ചേർന്നതാണ് ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധയുടെ അനുസ്മരിക്കുന്നതിന് നമ്മുടെ ജമാഅത്തിന് നേതൃത്വം നൽകിയ, നൂറുകണക്കിന് മഹല്ലുകൾക്ക് ഖാദിയായി നേതൃത്വം നൽകിയ മഹാനായ ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദിനെ കുറിച്ച് നിങ്ങളോട് കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടത്? എങ്ങനെയാണ് അല്ലാഹുവിനോടുള്ള ഭയം? എങ്ങനെയാണ് അല്ലാഹുവിനോടുള്ള ഇഖ്ലാസ്? എങ്ങനെയാണ് തവാദു? എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ കാണിച്ചു തരേണ്ട എല്ലാ മാർഗങ്ങളും കാണിച്ചു തന്ന നേതൃത്വമാണല്ലോ ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ്. ഞാൻ വലിയ മുശാവറ പണ്ഡിതനാണ്, ഞാനൊരു ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പറാണ്, ഞാനൊരു ബുഖാരി സാദാത്താണ്, നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാദിയാണ്, ഞാനൊരു പച്ചത്തട്ടമിട്ട് നടക്കുന്ന വലിയ ആളാണ് എന്നൊരു അഹങ്കാരമില്ലാതെ, ഞാനൊരു വലിയവനാണെന്ന ധാരണയില്ലാതെ, ഞാനൊരു സാധാരണക്കാരനായ റബ്ബിന്റെ അടിമയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ നേതൃത്വമാണല്ലോ ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ്. അവിടുത്തെ ദറജനെ ഉയർത്തണേ അല്ലാഹ്. ഒരാള് മഹാനാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. മുസ്ലിമീങ്ങളെ ഖൽബിന്റെ ഉള്ളിൽ ഒരാളോട് മഹബ്ബത്ത് നിറയുന്നുണ്ടോ? ഒരാളുമായി ഒരു മുഅ്മിനായ ആളുകൾ, മുസ്ലിമായ ആളുകൾ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ഖൽബിൽ ഒരാളോട് മഹബ്ബത്ത് വരുന്നുണ്ടോ? സ്നേഹം വരുന്നുണ്ടോ? അയാൾ മഹാനാണ്. മഹത്തുക്കളോട് മുഅ്മിനീങ്ങളൊക്കെ ഇഷ്ടം വരുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ ഞാൻ ചുരുക്കുകയാണ്. ഏതൊരു അമല് ചെയ്യുമ്പോഴും, ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും, ഞങ്ങൾ നിസ്കരിക്കുമ്പോഴും, ഇബാദത്ത് ചെയ്യുമ്പോഴും, നോമ്പ് നോക്കുമ്പോഴും, ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഞങ്ങളിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാസു ഫില്ലാഹ്. അല്ലാഹുവിലുള്ള ഇഖ്ലാസാണ്. അത് വ്യക്തമായി നമുക്ക് കാണിച്ചു തന്ന നേതൃത്വമാണല്ലോ മഹാനായ ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ്. പള്ളിന്റെ മുറ്റത്ത് ഒരു ജോലിയുണ്ടെന്ന് പറഞ്ഞ് പള്ളിന്റെ പരിസരത്തേക്ക് വരുമ്പോ വേണ്ടത് ഇഖ്ലാസാണ്. ജമാഅത്തിന് വേണ്ടി
വേണ്ടി പ്രവർത്തിക്കുമ്പോ ഞാനിത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നതെന്ന ഇഖ്ലാസാണ്. ഒരു മുതഅല്ലിം ഒരു ഉസ്താദിന് ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോ ആ മുതഅല്ലിമിന്റെ ഖൽബിൽ വേണ്ടത് ഇത് ഇലല്ലാഹ് ഇഖ്ലാസാണ്. നോമ്പ് നോക്കുമ്പോ വേണ്ടത് ഇഖ്ലാസാണ്, നിസ്കരിക്കുമ്പോ വേണ്ടത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കുന്നതല്ല. ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇഖ്ലാസിന് എത്ര വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഖുറത്തുസ് സാദാത്ത് മഹാനായ ഖുറത്തങ്ങൾ ഉസ്താദിന്റെ മജ്ലിസായതുകൊണ്ട് ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇഖ്ലാസിൽ അധിഷ്ഠിതമായി അല്ലാഹുവിനെ പേടിച്ച് ഏതൊരു വലിയവനാണെങ്കിൽ അവന്റെ മുന്നിൽ മുട്ടുമടക്കാതെ, ദീനിനെ പണയം വെക്കാതെ, ഏതൊരു രാഷ്ട്രീയക്കാരന്റെ മുന്നിലോ ഏതൊരു പണക്കാരന്റെ മുന്നിലോ സ്വന്തം ദീനാകുന്ന ആദർശത്തെ പണയം വെക്കാതെ നെഞ്ചുകൂടെ പറഞ്ഞു തന്ന മഹാനായ താജുൽ ഉലമ അതേ പാതയിൽ മുന്നോട്ട് പോയി നമുക്ക് ദീർഘകാലം നേതൃത്വം നൽകിയ ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് ഇഖ്ലാസിന്റെ നിറകുടമായിരുന്നു എന്നതിൽ നമുക്കൊരു സംശയവുമില്ല. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ അബൂ ഹമീദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ബനൂ ഇസ്രായേൽ ഗാരിൽപ്പെട്ട വലിയ ആബിദായ മനുഷ്യൻ. ആബിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോക്കുന്നു, നിസ്കരിക്കുന്നു, സ്വതക കൊടുക്കുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ആബിദായി ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനുണ്ടായിരുന്നു. അന്നഹു കാന ഫീ ബനി ഇസ്രായേൽ റജുലുൻ ആബിദുൻ. ആബിദായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഫജാഅഹു ഖൗമുഹു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വരികയാണ്. ആബിദായ മനുഷ്യന്റെ അടുത്തേക്ക് ഒരു വിഭാഗം, ആ നാട്ടിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആബിദായ മനുഷ്യന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മഹാനവരുകളെ, ഞങ്ങളെ നാട്ടിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. യഅബുദൂന ശജറതൻ. ഇന്നാലിന്ന നാട്ടിൽ നിൽക്കുന്ന, പ്രദേശത്ത് നിൽക്കുന്ന ഒരു മരത്തിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഞങ്ങളെ നാട്ടിലുണ്ടെന്ന്. ദീർഘകാലം അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോക്കിയ, ഇബാദത്ത് ചെയ്ത, സ്വതക കൊടുത്ത, നോമ്പ് നോക്കിയ, രാത്രി നിസ്കരിച്ച ആബിദായ മനുഷ്യന്റെ മുമ്പിൽ വന്ന് നാട്ടുകാരാകുന്നവര് സംഘം പറയുന്നു, ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പലരും ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ആരാധനാ കർമ്മം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആബിദായ മനുഷ്യനിക്ക് ദ്വേഷം വരികയാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ മരത്തിനിക്ക് ആരാധിക്കുകയാണോ? അല്ലാഹു അല്ലാത്ത ബിംബത്തെയാകുന്ന ബിംബമാക്കിക്കൊണ്ട് മരത്തെ ആരാധിക്കുകയാണോ? ോടുകൂടെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഒരു കൊടാലിയും പിടിക്കുന്നു, മരത്തെ കഷ്ണിച്ചെടുക്കാൻ, മുറിച്ചെടുക്കാൻ വേണ്ടി. കൊടലിയുമായി ആ മരത്തെ മുറിച്ചു മാറ്റാൻ വേണ്ടി ധൃതിയിൽ കടന്നു പോകുമ്പോ വഴിയിൽ ഒരാള് തടസ്സപ്പെടുത്തുന്നു. എവിടേക്കാണ് പോകുന്നത്? ഞാനതാ ഇന്നാലിന്ന സ്ഥലത്തൊരു മരമുണ്ട്, ആ മരത്തിനെ പലരും ആരാധിക്കുന്നുണ്ട്, അല്ലാഹു അല്ലാത്തവരെ ആരാധ്യനില്ല, ഞാനതിനെ മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടലിയുമായി ഓടിപ്പോകുമ്പോ ഒരു വൃദ്ധനായ, ഒരു വേഷത്തിലുള്ള ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നില്ല, ആ മരത്തെ നിങ്ങളെ മുറിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. വന്നത് ഇബ്ലീസുൽ ലഈൻ. പക്ഷേ വന്നത് മനുഷ്യകോലത്തിലാണ്. മനുഷ്യകോലത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ആ മരത്തെ മുറിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ആബിദായ മനുഷ്യനിക്ക് അത് ഇബ്ലീസ് എന്നറിഞ്ഞിട്ടില്ല. ഒരു വയസ്സായ വൃദ്ധന്റെ ശൈഖിന്റെ രൂപത്തിൽ വന്ന് മരത്തെ മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോ രണ്ടാളും തല്ലുകൂടുന്നു. ആബിദായ മനുഷ്യൻ ഈ വയസ്സായ വൃദ്ധനെ അടിച്ചുകൊണ്ട് നിലത്തിടുന്നു, നെഞ്ചിന്റെ മുകളിൽ ഇരിക്കുന്നു, ശരീരത്തിലേക്ക് ഇടിക്കുന്നു, പുറപ്പെട്ടു പോകുന്നു. കൊടലിയുമായി വളരെ ധൃതിയിൽ കടന്നു പോകുന്നു. മരത്തിനെ മുറിച്ചു മാറ്റുമെന്ന് വീണ്ടും ഈ വൃദ്ധന്റെ രൂപത്തിലുള്ള ശൈഖാകുന്ന ഇബ്ലീസ് വീണ്ടും വന്ന് തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾക്ക് തന്നെ മുറിക്കണോ? ആ മരം മുറിക്കാൻ വേറെ ആരെങ്കിലും
ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾ മുറിക്കരുത്, നിങ്ങളെ മുറിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആബിദായ മനുഷ്യൻ വിടുന്നില്ല. ഇല്ല ഇല്ല, അല്ലാഹു അല്ലാത്തവർ ആരാധ്യനില്ല, അല്ലാഹു അല്ലാത്തവർ ദൈവമില്ല, മരത്തെ ആരാധിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആബിദായ മനുഷ്യൻ പറഞ്ഞപ്പോ ഈ ശൈഖാകുന്ന വൃദ്ധൻ പറയുന്നു, ഞാൻ നിങ്ങളെ മരം മുറിക്കാൻ സമ്മതിക്കില്ല. വീണ്ടും അടികൂടുന്നു. ആബിദായ മനുഷ്യൻ ഈ ശൈഖിനെ ഇടിച്ച് നിലത്തിടുന്നു, നെഞ്ഞിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. വീണ്ടും ഈ ശൈഖ് പറയുന്നു, നിങ്ങൾക്ക് ആ മരം മുറിക്കണോ? എന്തിന് നിങ്ങൾ ആ മരം മുറിക്കണം? നിങ്ങളൊരു ആബിദായ മനുഷ്യനല്ലേ? നിങ്ങൾ അല്ലാഹുവിനെ നിസ്കരിച്ചു നോമ്പ് നോക്കി ഇബാദത്ത് ചെയ്തിരുന്നാ പോരെ? നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണത്തിന് പ്രയാസമുണ്ട്, നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു ഖൈറ് പറഞ്ഞു തരാം. ഓരോ ദിവസം നിങ്ങൾക്ക് ഞാൻ 2 ദിർഹം തരാം. 2 ദിർഹം നിങ്ങളെ വീടിന്റെ തലയണയുടെ അടിയിൽ നിങ്ങൾക്ക് ഞാൻ വെച്ചു തരാം. ആ മരത്തെ മുറിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ എല്ലാ ദിവസം നിങ്ങൾക്ക് 2 ദിർഹം ഞാൻ തരാം. ആബിദായ മനുഷ്യന്റെ മനസ്സൊരൽപ്പം മാറി. പറയുന്നത് ശരിയാണല്ലോ, ഞാനൊരു ആബിദായ മനുഷ്യൻ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പണത്തിന്റെ ആവശ്യമുണ്ട്, എനിക്ക് കുടുംബം പോറ്റാൻ സമ്പത്തിന്റെ ആവശ്യമുണ്ട്, എന്റെ ഒന്നുമില്ല, എനിക്ക് പലരും ഇങ്ങനെ തന്നുകൊണ്ടാണല്ലോ ഓരോ ദിവസം കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഈ കൊടലിയും പിടിച്ചുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെയാകുമ്പോ തലയുടെ അടിയിൽ 2 ദിർഹം അവിടെ നിന്ന് ലഭിക്കുന്നു. 2ാമത്തെ ദിവസവും ലഭിക്കുന്നു. ഇങ്ങനെ 3ാമത്തെ ദിവസമായപ്പോ ദിർഹം കാണുന്നില്ല. ആബിദായ മനുഷ്യൻ തലയണയുടെ അടിയിൽ നോക്കുമ്പോ ദിർഹം കാണുന്നില്ല. നല്ല ദ്വേഷത്തോടുകൂടെ വീണ്ടും കൊടലിയെടുക്കുന്നു, ധൃതിയിൽ നടന്നു പോകുന്നു. ഞാൻ ആ മരത്തിനെ മുറിച്ചു മാറ്റുമെന്ന് ധൃതിയിൽ പോകുമ്പോ അതേ മുമ്പ് 2 തവണ കണ്ട ശൈഖാകുന്ന വൃദ്ധനുണ്ടല്ലോ, തടഞ്ഞു നിർത്തുന്നു. ഇതിനെ മുറിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നു. തല്ലുകൂടുന്നു. ആബിദായ മനുഷ്യനെ വൃദ്ധനായ മനുഷ്യൻ അടിച്ചു നിലത്തോട്ടിട്ട് നെഞ്ഞിലിരിക്കുന്നു. ആബിദായ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. 2 തവണ ഇയാളെ ഞാൻ അടിച്ച് നിലത്തിട്ട് ഞാനാണ് വിജയിച്ചതാണല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞു? ആ സമയത്താണ് ഇബ്ലീസുൽ ലഈൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, 2 തവണ നിങ്ങളുടെ യാത്ര ഇലല്ലാഹ്, ഏതോ ഒരു മരത്തിനെ ആരാധിക്കുന്ന മരത്തിനെ ആരാധ്യരാക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ തടയണമെന്ന് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അല്ലാഹു മാത്രമാണ് ദൈവമെന്ന് കരുതി അവരെ തടഞ്ഞു നിർത്തി ആ മരത്തെ മുറിച്ചു മാറ്റാൻ അല്ലാഹുവിന് വേണ്ടി 2 തവണ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3ാമത്തെ തവണ കൊടലിയുമായി വന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല. 2 ദിർഹം നിങ്ങളുടെ തലയണയുടെ അടിയിൽ നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ പേരിലാണ്. കാലങ്ങളോളം ഇബാദത്ത് ചെയ്ത ആബിദായ മനുഷ്യന് അല്ലാഹു എല്ലാ പവറും കൊടുത്തിരുന്നു. പക്ഷേ ഇഖ്ലാസ് എന്ന കാര്യം തെറ്റിപ്പോയപ്പോ അല്ലാഹു ഇബ്ലീസിനെ കൊണ്ട് നിലത്തടിച്ച് അടിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ശക്തി അല്ലാഹു എടുത്തു കളഞ്ഞു. ഇത് മഹാനായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അതുപോലത്തെ പല ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഏതൊരു അമല് ചെയ്യുമ്പോഴും ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഇഖ്ലാസ് എന്നുള്ളതാണ് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉണർത്താൻ കാരണം നമുക്ക് ഇഖ്ലാസിന്റെ നിറുകുടമായി ജീവിതത്തിൽ കാണിച്ചു തന്ന മഹാനായ ഖുറത്തുസ് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദ് റബ്ബി അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, അവിടുത്തെ നോട്ടം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആലിമീൻ